വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. അത് വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തിട്ട് ചായ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നറുനെയ്യാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ കടലപ്പരിപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഈ കടലപ്പരിപ്പൊക്കെ ഒന്ന് വറുത്ത് കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് വറുത്തിട്ടൊന്ന് മാറ്റി വെക്കുന്നൊന്നുമില്ല കേട്ടോ. അതിലേക്ക് തന്നെ നമുക്ക് 2 ഏത്തപ്പഴം ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത പഴം നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ആ ഒരു സ്റ്റേജ് വരെ വേണം നമ്മളൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. എന്നാൽ വെന്ത് ഒരുപാട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പഴമൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1 കപ്പ് അവല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മട്ട റൈസിൻ്റെ അവലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല കനം കുറഞ്ഞ ഫ്ലാറ്റ് ആയിട്ടുള്ള അവൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴേക്കും അവലൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും. ആ ഒരു സ്റ്റേജ് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എക്സ്ട്രാ നെയ്യ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എക്സ്ട്രാ നെയ്യൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മളതിലേക്ക് 1 കപ്പ് ശർക്കര പാനി എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരപ്പാനിയുടെ അളവിലൊക്കെ വ്യത്യാസം വരാം കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ബാക്കിയുള്ള 1/4 കപ്പ് ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എടുത്തിട്ടുള്ള പഴം നല്ല മധുരമുള്ള പഴമായിരുന്നില്ല. നന്നായിട്ട് പഴുത്ത പഴമായിരുന്നു, പക്ഷെ മധുരം കുറവായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ശർക്കരപ്പാനി ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്നാക്ക് നല്ല ചൂടോടുകൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിലായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നേരിയ ചൂടിലെങ്കിലും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ ഒരു സ്നാക്ക് മുതിർന്നവർക്ക് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. മുതിർന്നവർക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ അളവിൽ കുറച്ചൊന്ന് കുറവ് വരുത്തിയാൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ഒരു സ്നാക്കിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.